ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. യദുവിനെയും ജ്യോതികയും നിങ്ങൾ മറന്നോ? പെട്ടെന്ന് മറക്കാനുള്ള വഴിയില്ല. നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരി മറ്റേ ഇതുണ്ടല്ലോ, മഴവിൽ മനോരമയുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് അവർ വന്നിരുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവരെ കാണിച്ചു തരാം. അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. വിശദമായിട്ട് അതിനെക്കുറിച്ച് കാണാം. ആദ്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലേ ചേച്ചി, ഒന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ പ്രണയമാണെന്നേ ഉള്ളോ അതോ എൻഗേജ്മെന്റ് വല്ലതും ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചേക്കുവാ? ഈ ആക്സിഡന്റ് മുന്നേ വരെ അങ്ങനെ അത്ര സമ്മതിച്ചില്ല, പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൊക്കെ സമ്മതിച്ചു. ചേട്ടാ ഈ വീഡിയോ ആണ് അന്ന് എല്ലാവരും കണ്ടത്. അതിനകത്ത് പറഞ്ഞു പോകുന്നത് ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു, യദുവിന് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായി എന്നുള്ളതിനപ്പുറം ബാക്കിയൊന്നും നിങ്ങൾക്കോ എനിക്കോ ഒന്നും അറിയില്ല. കാരണം വേറെ ആരും പറയാൻ നമുക്കറിയത്തില്ലല്ലേ. പക്ഷേ കൊണ്ടാണ് അങ്ങനെ വിട്ടുപോകാൻ പാത്രം അത്രയും സ്നേഹിക്കാനുള്ള കാരണം എന്താ? യദുവില് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം, അവൻ എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റോറിയിലേക്ക് വരാം. പക്ഷേ ഇവരെ കാണുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ഏതാണ്ട് 1-2 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ ഒരു പടമാണ് നമ്മുടെ കമ്മാര സംഭവം. 2 അല്ല, ഒത്തിരി വർഷമായി. നിങ്ങൾക്ക് അറിയാവുന്നൊരു കമൻറ്റ് കേട്ടോ. കമ്മാര സംഭവം ദിലീപിൻ്റെ സിനിമയാണ്. ആ സിനിമയ്ക്കകത്തുള്ളൊരു പാട്ടുണ്ട്, ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ളൊരു പാട്ട്. ആ പാട്ട് സത്യം പറഞ്ഞ ആപ്റ്റാവുന്നത് ഇവർക്കാണോ എന്നൊരു തോന്നൽ. അത് പിന്നാലെ വരെ ഏത് പാട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനോരാവോ നനനനനനോ ആരും കാണാതകലെ കാത്തുന്നു, ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്ന് ചാരേ നിന്നെ കൺപാർക്കുവാൻ കണ്ണനേ കരിമുകിരം പറഞ്ഞു ഇല്ലേ? അത് ഇവർക്ക് ഭയങ്കര ആപ്റ്റായിട്ടാണെന്ന് തോന്നുന്നു. കാരണം ആ ചിരിയും കണ്ണനെ പോലെ തന്നെ ഉണ്ട്. യദു കുലനാഥൻ കൃഷ്ണൻ, യദുവിൻ്റെ ജ്യോതിക, അടിപൊളി. ഇനി നമുക്ക് ആ ഒരു സാഡ് സ്റ്റോറിയിലേക്ക് കിടക്കാം. എന്താണ് അവരുടെ സ്റ്റോറി? ഈ സ്റ്റോറി കേൾക്കുന്ന ഒരുപാട് പേർക്ക്, ഈ കാലഘട്ടത്തിലുള്ള കുറേ ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. നമുക്കൊരു ഇവിടെ അധികം കാണാൻ പറ്റത്തില്ല. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ ഉള്ളൊരു വലിയ വർത്തമാനമൊക്കെ ഡയലോഗ് കാണണ്ടേ, വെറുതെ ഒരു സാധനം. മിക്കതും ഇറച്ചിപ്രേമം എന്ന് വെച്ചാൽ എന്താ, നീഡ് സം ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മടുക്കുന്നു, അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു തരം, ആ ഒരു തരത്തിലുള്ളൊരു ബന്ധങ്ങളാണ് ഇന്ന് കാണുന്നത്. മാംസനിബദ്ധമല്ല രാഗം എന്നൊക്കെ കവി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല സംഭവം. വേറെ തരത്തിലേക്കൊക്കെയാണ്. വളരെ റയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ബന്ധങ്ങളിൽ ഒന്നായിട്ട്, അപൂർവമെന്ന് കോടതികളിലൊക്കെ പറയുന്നില്ല, അതേ പരിപാടിയാണ് ഇവരുടെ ലൈഫ്. വിശദമായിട്ടും വ്യക്തമായിട്ടും അവർ തന്നെ പറയട്ടെ അവരുടെ ലൈഫിനകത്ത് എന്ത് നടന്നു എന്നുള്ളത് നമുക്കത് കേൾക്കാം. ഒരു തവണ ഞാനും ചെറുതായിട്ട് പോയപ്പോൾ സ്റ്റേജിലൊക്കെ കയറിയായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് കുറച്ച് നാളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഇതായിരുന്നു. അങ്ങനെ എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ വ്ളോഗൊക്കെ എന്താ ഇടാത്ത, നിങ്ങൾക്ക് വ്ളോഗ് ചെയ്തൂടെ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാ വ്ളോഗ് ഇട്ടൂടെ എന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. യദു ആൻഡ് ജ്യോതിക കട്ട സപ്പോർട്ട്. നിങ്ങൾ വീഡിയോസ് ഇടൂ, നിങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യൂ. ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയറിങ് ആവാനുള്ള ആ ഒരു ഇതിനു വേണ്ടി ഞാനടക്കം വെയിറ്റിംഗ് ആണ്. സോ നിങ്ങളുടെ ചാനലിൽ കൂടെ അത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുക. Y&J മൊമെൻറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. Y&J മൊമെൻറ്റ്സ് എന്നുള്ള ചാനലിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിച്ചോ. അവർക്കതൊരു ഉപകാരമാവും. വളർന്നു വരട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ. ശ്രമിച്ചു നോക്കുകയാണ് ഞങ്ങൾ. ശ്രമം നല്ലതായിരിക്കുമല്ലേ? ഞങ്ങളുടെ മച്ചാനെ ശ്രമിക്കുന്ന വെച്ചാൽ അടിച്ച് പൊളിച്ച് കയറി വാ ഇങ്ങോട്ട്. എന്തിനാ ഇങ്ങനെ മടിക്കുന്നത്? ശ്രമമൊന്നും അല്ല, ഇങ്ങനെ കയറി വരിക, അത്ര തന്നെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ +2 വരെ ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലായിരുന്നു. ഇവൻ എന്നെ അറിയാന്ന്, പക്ഷെ എനിക്ക് ഇവനെ അറിയത്തില്ലായിരുന്നു. നമ്മളങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടില്ലായിരുന്നു. കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടില്ല. 8ാം ക്ലാസ് മുതലുള്ള ഒരു പ്രേമമാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പ്രണയം പൂത്തുലഞ്ഞു. അത് ഒരു വല്ലാത്തൊരു കണ്ടീഷൻ വന്ന സമയത്തും വേണമെങ്കിൽ വിട്ടുപോകാമായിരുന്നിട്ടും ജ്യോതിക വിട്ടുപോകാതെ യദുവിനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ അപൂർവങ്ങളിലും അപൂർവമായിട്ടുള്ള സംഭവം തന്നെ. സത്യമായിട്ടുള്ള കാര്യം എൻ്റെ അറിവിലില്ല. അത് ഇല്ലെന്നല്ല, ഉണ്ട് കേട്ടോ, ബട്ട് റെയറാണ്, അത്രേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടൊക്കെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിൽ ഇടയ്ക്ക് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടൊന്നുമില്ല, മീൻസ് ഒരേ ക്ലാസ് ഒന്നും അല്ല. അഹങ്കാരി പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ. ഞാൻ അഹങ്കാരിയല്ലേ? ആണ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു.
എന്നിട്ട് ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് റിലേഷനായിട്ട് 9-10 വർഷമായെന്ന് തോന്നുന്നു. എന്തോ അടിയത് എന്നോട് കറക്റ്റായിട്ട് 8 വർഷം 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ടുണ്ട്. 8 അല്ലടാ. രണ്ടുപേരും കൂടെ കുത്തിയിരുന്ന് ആലോചിക്കുക. പുഷ്പഗിരിയിൽ ഇന്ന പോലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട്. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി സർജറി കഴിഞ്ഞ് ഒരു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യം ഇവിടെയാണ് ദ മെയിൻ പോയിന്റ്. എന്താണ് യദുവിന് സംഭവിച്ചിട്ടുള്ളത്? അതിനകത്ത് ആക്സിഡൻറ്റ്, വണ്ടി ഇടിച്ചു എന്നുള്ളൊരു സത്യമാണ്. ബട്ട് യദു ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് തുടരാനുള്ള കാരണം അത് പ്രശ്നങ്ങളുണ്ട്. ഒരു 3 മാസം ഭയങ്കര അല്ല, ഒരു 3 മാസത്തോളം നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടായിരുന്നു. എന്റെ ചിലപ്പോ ആ 3 മാസം കൊണ്ട് ചിലപ്പോൾ എന്റെ റിക്കവറി ചാൻസ് ആയിരുന്നായിരിക്കാം. ആ ഒരു സമയം ചിലപ്പോൾ എനിക്ക് റിക്കവറി ആവാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ എൻ്റെ അങ്ങനെ വേസ്റ്റായി പോയത് 3 മാസം അങ്ങനെ പോയി. അത് ഒരു സ്ഥാപനത്തിൽ അതെ ഒരു ട്രീറ്റ്മെന്റിന് പോയതാ. അതായത് യദുവിന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് യദുവിന് ചിലപ്പോൾ എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്റ്റേജിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ട്രീറ്റ്മെൻറ്റോ കിട്ടിയിരുന്നുവെങ്കിൽ, യദു ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയിരുന്നുവെങ്കിൽ യദു ചിലപ്പോൾ ഇന്ന് നടന്നേനെന്നാണ് ഇത് പറയാതെ പറഞ്ഞു പോകുന്നത്. ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളെല്ലാവരും നമ്മൾ ചില സമയങ്ങളിലൊക്കെ അഹങ്കരിക്കും. നമ്മൾ എണീറ്റ് നടക്കുന്നുണ്ട്, നമ്മൾ ആരോഗ്യവാനാണ്, നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നു, നമുക്ക് ചെവി കേൾക്കാൻ കഴിയുന്നു, നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒറ്റ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല സമയത്തും ദൈവത്തിനോട് എനിക്ക് ഏറ്റവും വലിയ അതൃപ്തിയും ദൈവത്തിനോട് വല്ലാത്തൊരു ദൈവത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിയോജിപ്പൊക്കെ വരുന്നതറിയുമോ, ഈ സമൂഹത്തിൻ്റെ അകത്ത് ഇത്രയും അധികം ആൾക്കാരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും മനുഷ്യന്മാർ ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആ സമയത്ത് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ട് പോലും ഈ അവതരിക്കാത്ത ആളെ എവിടെയാണാവോ നമ്മൾ കാത്തിരിക്കേണ്ടത്? എന്തിനാണാവോ കാത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കരുതെന്ന് ഞാൻ പറയില്ല. വിശ്വസിക്കാതിരിക്കരുത്, നിങ്ങൾ വിശ്വസിക്കൂ. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങളോടാണ്. സോ നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ആ ഒരു പ്രോസസ്സ്. അത് ഡീപ്പായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ നമുക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് നമുക്കത് വേറെ വലിയ സബ്ജക്റ്റാണ്. സോ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ആ ഒരു ക്രൂഷ്യൽ പോയിൻറ്റിൻ്റെ അകത്ത് ആ ഒരു 3 മാസം യദുവിനെയും ദൈവത്തിന് രക്ഷപ്പെടുത്തിക്കൂടായിരുന്നോ? ഞാൻ ചോദിക്കുക, വെറുതെ ചോദിക്കുക. ഇതുപോലെ എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ. ഓക്കെ, പോട്ടെ. ആ ഹോസ്പിറ്റലിൽ വേണ്ട വിധം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, ആ സ്ഥാപനത്തിൽ പെട്ടുപോയി യദുവിൻ്റെ ആ ഒരു 3 മാസം ആ കിടപ്പിൽ കിടത്തി അവർ എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് യദു ഇന്ന് അതിൻ്റെ അരയ്ക്ക് താഴെ അദ്ദേഹം ഇന്ന് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. എത്രമാത്രം വേദനാജനകമാണ്. ഒരു മനുഷ്യൻ്റെ നടക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്. അവൻ്റെ പറന്ന് നടക്കാനുള്ള ചിറകുകൾ വെട്ടി വീഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും അവിടെ നിന്ന് വീണ്ടും സ്വന്തമായിട്ടൊരു കൃത്രിമ ചിറകെങ്കിലും വെച്ചിട്ട് പറക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതിന് കൈത്താങ്ങായ ആ ഒരു പെൺകുട്ടി തന്നെയാണ് ആ കൃത്രിമ ചിറക്. അത് ചേർന്ന് തന്നെ നിൽക്കുകയാണ്, മുല്ലവള്ളിയും തേന്മാവും പോലെ. സോ അങ്ങനെ തന്നെ തുടരണം, അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ആ ഒരു സന്തോഷം നിലനിൽക്കട്ടെ, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഒരു ഇതായിരുന്നു ആ ഒരു 3 മാസം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ആക്ച്വലി ഞാൻ ഒറ്റ കിടപ്പായിരുന്നു. ഞാൻ എണ്ണീറ്റിരിക്കാനോ അങ്ങനെ ആ ഒരു ഇതുമില്ല. ഫുള്ള് ബെഡ് സോറൊക്കെ വന്ന് ഭയങ്കര പ്രശ്നം അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആയ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം അവിടെ ചെന്നെങ്കിൽ നമ്മളോട് പറഞ്ഞു, ഇതുപോലെ വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള റീഹാബിലിറ്റേഷൻ അതായിരിക്കും കൂടുതൽ നടക്കുന്നത്. അവിടെ ചെന്നിട്ടുമ്പോൾ ആ ഒരു രീതിയിൽ വീൽ ചെയറിൽ സ്വന്തമായിട്ട് ഇരിക്കാനും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് പഠിപ്പിച്ചു. ഇവിടുന്ന് കിടന്നാൽ പോയിട്ടെങ്കിൽ തിരിച്ച് വീൽ ചെയറിൽ സ്വന്തമായിട്ട് ഇരുന്നു സ്വന്തമായിട്ട് കുറച്ചുകൂടെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആണ് തിരിച്ച് വന്നത്. ഞാനും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൗൺസിലിംഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴവില്ലിൽ പോയി അവള് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന, അവൾ അത്യാവശ്യം ലൈഫിൽ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ്. ആണ് സത്യത്തിലാണ്. അപ്പോൾ പിന്നെ അവളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിന് പോകുന്നതൊക്കെ. അപ്പം അങ്ങനെ പോയി. അപ്പോൾ യദുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, യദുവിൻ്റെ എന്നല്ല, എന്താണ് ഇവരുടെ രണ്ടുപേരുടെ ഈച്ചത് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്ത് തന്നെ യദുവിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, യദു എത്രമാത്രമാണ് ആ കുട്ടിക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുള്ളതാണ്. എത്രമാത്രമാണ് ആ വർത്തമാനത്തിൻ്റെ അകത്ത് ആ കുട്ടിയുടെ കഴിവുകളെ, ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയെ,
അത് മുന്നോട്ട് പോകേണ്ട വഴികളെ എല്ലാം വളരെ ഗഹനമായി വളരെ സുരക്ഷിത ബോധത്തോടു കൂടി സ്നേഹത്തോടു കൂടി അതിനെല്ലാം വേണമല്ലോ സ്നേഹത്തിൻ്റെ ഒരു വിലങ്ങിൻ്റെ ഒരു സംഭവം. പുള്ളിയുടെ കയ്യിലുള്ളൊരു വലിയൊരു വിലങ്ങുണ്ട്. ആ വിലങ്ങ് എന്ന് വെച്ചാൽ ചങ്ങല എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ ചങ്ങലയാണ്. ഈ സംസാരത്തിൻ്റെ തുടനീളം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു പുസ്തകം വായിക്കുന്ന ഇതിനെക്കാട്ടിൽ കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നിന്നും അവരുടെ രണ്ടുപേരുടെ കണ്ണുകളുടെ നോട്ടത്തിൽ നിന്നും ആ ഒരു ചലനത്തിൽ നിന്നടക്കം എനിക്ക് വായിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ അത്രയും ഒരു പ്രകടമായ ജീവിത ബന്ധം, ഒരു നൈർമല്യമുള്ള ഒരു ബന്ധം. സീരിയസ്ലി സന്തോഷം, ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള ലൈഫ് കാണാവുന്നത്. പക്ഷെ ആദ്യം പോകുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സംഭവം അല്ലായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഇവളെ ഇങ്ങനെ ഒരു ടിവിയിലൊക്കെ കാണുന്ന എനിക്ക് എന്തോ. അത് മാത്രമല്ല ഫസ്റ്റ് ഒന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. റിലേഷൻ ഉണ്ടെന്ന് അറിയുള്ളൂ. ഇതേപോലെ അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റ് ആക്സിഡന്റ് പറ്റിയാൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയതാണ്. ഫസ്റ്റ് പെർഫോമൻസ് ആ ഒരു സമയത്താണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കത് ആ ഒരു ടൈമിൽ പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പോയ സമയത്താണ് ജസ്റ്റ് സത്യം പറഞ്ഞാൽ കാണാനായിട്ട് പോയതാണ്. കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. അപ്പോൾ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയി. അപ്പോൾ അവർക്ക് എന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെന്നെ സ്റ്റേജിൽ കയറ്റി. അവർക്ക് എന്നോട് അതിന് മനോരമയോട് നന്ദി പറഞ്ഞേ പറ്റൂ, മഴവിൽ മനോരമയോട്. സീരിയസ്ലി അതായത് ഈ പുള്ളി ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വൈഫിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ വേണ്ടിയിട്ട് കാണികളിലൊരാൾ ഓഡിയൻസിലൊരാളായിട്ട് പോയതാണ്. ആ പോയ സമയത്ത് തന്നെ അവിടെ ആ ടീം ഇദ്ദേഹത്തിനെ കാണണമെന്ന് മഞ്ജു ചേച്ചി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ഇദ്ദേഹം അവിടെ കയറുന്നു. യദു അതുപോലെ തന്നെ ജ്യോതിക, ഇവരുടെ രണ്ടുപേരുടെയും ആ ലൈഫിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ മൊമെൻറ്റ്സ് പബ്ലിക്കിലേക്ക് വരുന്നു. സീരിയസ്ലി നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ശരിക്കും പറഞ്ഞാൽ മഴവിൽ മനോരമയുടെ ആ ചിരി, ഒരു ചിരി ചിരി ബമ്പർ ചിരി ആ ടീമാണ്. സോ യദുവിനെ ഇങ്ങനെ യദുവിൻ്റെ ഒരു സ്റ്റോറി, ഇതിനൊരു ബാക്ക് സ്റ്റോറി ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ അറിയുന്നുവെങ്കിലും അന്ന് യദുവിനെ അവിടെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളടക്കം ഈ കാര്യം സംസാരിക്കുന്നത്. സോ അതിന് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദ ടീം, എൻ്റെ ടീം, നമ്മുടെ മഴവിൽ മനോരമ. സംസാരിക്കണമെന്ന് തോന്നി, അങ്ങനെ കയറി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നൊരു പ്രത്യേക ഒരു പെട്ടെന്നൊരു പോക്ക് എന്തൊക്കെയോ ആയിരുന്നു. കുറച്ച് നല്ല കാര്യം. ഇപ്പം നേരത്തെ നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയും നമ്മൾ അറിയാവുന്നവരുടെ പ്രാർത്ഥനയൊക്കെ വേണ്ടി ഇപ്പോൾ കുറേ പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സത്യം കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫർമേഷൻസും ഇങ്ങനെ ഇതേ അവസ്ഥയിലുള്ള കുറേ പേര് നമ്മൾ മാത്രമൊന്നുമല്ല ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നു, ഒരു കാക്ക അവിടെ ഇരുന്നുണ്ട് ഇവരുടെ വീഡിയോ. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെയ്യുന്ന മിക്ക വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശബ്ദങ്ങൾ, സത്യം പറഞ്ഞാൽ നമ്മളെ കാണുന്ന നിങ്ങളുടെ ചെവിക്ക് അത്യാവശ്യം നമ്മുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്, എല്ലാത്തിൻ്റെ ശബ്ദമാണ്. അത് അലോസരപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ശബ്ദമോ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. നമ്മളെ ഇവിടെ കേൾക്കുന്ന നമുക്കത് പ്രശ്നമല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആ ഒരു കാക്കയുടെ ആ ഒരു ബഹളം കാരണം ഇവരെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ആ ശബ്ദം ക്യാമറയിൽ ഇത് വീഡിയോയിലൂടെ കയറി വരുന്ന സമയത്ത് അത് മോശമാവുന്നുള്ള ലെവലാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്തൊരു നാച്ചുറൽ ഫീൽ ആ കാക്ക കൊണ്ടുവരുന്നുണ്ട്. കാക്കയുടെ ആ ഒരു നാച്ചുറൽ ഒരു BGM കൂടെ ഉള്ളതുകൊണ്ട് ഒരു നാച്ചുറൽ ഫീൽ കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇതിപ്പോൾ ഇവർ കാണുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ എനിക്ക് പറയാൻ ഉള്ള താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എടുത്തേക്കുന്ന ആ ഒരു ക്യാമറ എവിടെ വെച്ചിരിക്കുന്നോ അത് അടിപൊളി ആംഗിളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിൽ ഈ ലൈറ്റ് ഇടാതെ ഈ ഒരു തരത്തിൽ എടുക്കുന്ന സമയത്ത് ഒരു സിനിമാറ്റിക് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സോ ഇത് ഈവനിങ് ആണ് എടുത്തെന്ന് തോന്നുന്നു. ഈവനിങ് ആവണം, രാവിലെ ആയി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രകാശം ഇങ്ങനെ ഡിം സെറ്റപ്പ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പ്രകാശം നിലനിർത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് എസ്പെഷ്യലി ഇത് ഭയങ്കര അടിപൊളിയാണ് എന്നാണ് ഈ പറയുന്നത്. സിനിമാറ്റിക് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എഡിറ്റിങ്ങിലാണ് മാറ്റി തോന്നുന്നില്ല, മേ ബി സൂപ്പറായിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ പോട്ടെ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ല ഇങ്ങനെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ മെസ്സേജ് അയക്കും എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നതിൻ്റെ കൂടെ പറയാം, ഒരു വയർലെസ് മൈക്ക് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു നോയ്സ് ഒന്ന് ഔട്ട്സൈഡ് നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ അനിയന്മാർ നീത്തിയൊക്കെ അല്ലേ, അവർ കയറി വരട്ടെന്നേ. മാത്രം അല്ല, ഇതൊരു ത്യാഗം അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് ഇതിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നത്തില്ല. എനിക്ക് പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ. നമുക്ക് ഒന്നാമത്തെ കാര്യം ആക്സിഡന്റ് പറ്റിയിട്ട് റിലേഷൻ ആയതല്ല, ഞാനിത് നേരത്തെ ഉള്ളതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോഴും പണ്ട് എന്തൊക്കെയാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ട് അതൊക്കെ ഇപ്പോഴും ചെയ്യിപ്പിക്കാറുണ്ട്. ഭയങ്കര ദ്രോഹിയാണ്. അപ്പുറത്തുനിന്ന് ഒരു പേരക്കെടുത്തെന്ന് പറഞ്ഞെങ്കിൽ പോലും അവൾ എന്നെ വിട്ടാണ് എടുപ്പിക്കുന്നത്. ഗൈസ് ഇവള് വലിയ ദ്രോഹിയാണെന്ന്
അപ്പുറത്തു നിന്നുള്ളൊരു പേരൊക്കെ എടുത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞേക്ക് ഞാൻ എടുത്തുകൊണ്ട് വരും. സോ അടിപൊളിയായിട്ടിരിക്കുക, നല്ലത് വരട്ടെ. ഞാനായിട്ട് ഇങ്ങനെ വീച്ചറിലാണ് പോയി എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ അതിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുള്ളൂ. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ലൈഫൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെയാണ്, പിന്നത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളായത് ഗൈസ്. പിന്നെ വേറൊരു പ്രശ്നം, ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സോ മെനി പ്രോബ്ലംസ്. അപ്പുറത്ത് കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു, ആൾക്കാർ അവിടെ വെള്ളം വെക്കുന്നു, അവിടുത്തെ ചേച്ചിമാരത്തോട് നനയ്ക്കുന്നു. ഞങ്ങളാരും ഒളിഞ്ഞു നോക്കുമല്ല, കാണത്തില്ല. അതെ, 6ന്റെ സൈഡിലാണ് നമ്മുടെ വീട്. ഈ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ പുറത്തോട്ട് പോയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾ സജഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, സജഷൻസ് പറയാം, ആത്മാർത്ഥമായിട്ട് പറയാം. ഈ വീഡിയോ എടുത്തേക്കുന്ന ആംഗിൾ സൂപ്പറാണ്, ഒരു പ്രോബ്ലം ഒന്നുമില്ല. എടുത്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ ഒരു സമയം, ഇത് ഏത് സമയമാണെന്ന് അറിയത്തില്ല, ഈവനിങ് ആണെന്ന് തോന്നുന്നു. ഈവനിങ് ആണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ആ സൺലൈറ്റ് അത് നന്നായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. വിത്തൗട്ട് എനി ക്യാമറ, മറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നാച്ചുറൽ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ആകെയുള്ള സംഭവം എന്ന് വെച്ചാൽ നോയ്സ്, പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ ഒരു നമുക്കൊരു പ്രകൃതിയുടെ ഒരു സാധനം കിട്ടും, ഒരു ആംബിയൻസ് കിട്ടും. പക്ഷേ ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വയർലെസ് മൈക്ക്, അത് വയർലെസ് മൈക്ക് എന്ന് പറയുന്നത് ഒത്തിരി പൈസയൊന്നും ആവുന്നില്ല. ഒരു 1500 തൊട്ട് ആ 1000 മേളിലോട്ടുള്ള ഇതിൽ കിട്ടും. ഓക്കെ, നല്ലത് വാങ്ങാനാണെങ്കിൽ ഒരു 10,000 മേളിലേക്ക് വരും. ഇതുപോലത്തൊക്കെ ആണെങ്കിൽ ഒരു 15,000 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. സോ നല്ലത് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വോയിസ് കുറച്ചുകൂടെ അടിപൊളിയായിട്ടിരിക്കും. സോ ഇത് വീഡിയോ എല്ലാം പൊളിയാണ്. ഇത് നാച്ചുറൽ വൈബ് തന്നെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക. സിനിമ മറ്റ് തരത്തിൽ യാന്ത്രികമായിട്ടുള്ള ഒരു സാധനത്തിനെക്കാട്ടിലും ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. സീരിയസ്ലി ഇതിന്റെ പ്രതികരണം എങ്ങനെയാണ്? അങ്ങനെ ആരും പറയത്തില്ല, നിങ്ങളോട് ഒരൊറ്റ മനുഷ്യൻ അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഒരു കമൻറ്റ് എങ്ങാനും കാണുമെങ്കിൽ അവനെ ഞാൻ അങ്ങനെ ഇടുന്ന ആ കമൻറ്റ്സ് എടുത്ത് വെച്ചിട്ട് ഞാൻ കട്ടക്ക് റിയാക്ട് ചെയ്യും. സീരിയസ്ലി, ഇവരെങ്ങാനും ചെന്ന് മോശം പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ സന്തോഷമുണ്ട്, കുറേയൊക്കെ കൂടെ ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഒരു ലൈഫ്. നമ്മൾ പൊരുത്തപ്പെട്ടു രണ്ടുപേരും, പൊരുത്തപ്പെട്ടു. ഇപ്പോൾ കുറേ പേര് സോ അവരുടെ ഫുൾ വീഡിയോ ആണ് ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, വൈ ആൻഡ് ജെ മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ചാനൽ, അതിനകത്ത് യദുവിൻ്റെയും ജ്യോതികയുടെയും ലൈഫ് സ്റ്റോറീസ്, അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള മറ്റു പല മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്നാണ് അവർ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ അവരുടെ ഈ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾ പോയി കാണണം, അവരെ സപ്പോർട്ട് ചെയ്യണം. കയറി വരട്ടെ അനിയനും അനിയത്തി. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ ഇവരെക്കുറിച്ചുള്ള വ്യക്തമായി എഴുതുക, ഓരോ ബ്ലെസ്സിങ്സ് കൊടുക്കുക. നല്ലത് വരട്ടെ അല്ലേ, എണീറ്റ് വരട്ടെ, ചാടി റെഡിയായിട്ടൊക്കെ വരട്ടെ, എന്നിട്ട് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ലൈഫ് സൂപ്പറായിട്ട് ആസ്വദിക്കട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ കാണുന്ന ഗൈസ്, ബൈ.